ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളേതെല്ലാം? ഇന്ത്യ, ചൈന എന്നിവയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. 1857 കലാപത്തിൽ നാനാ സാഹേബ് നേതൃത്വം നൽകിയത് എവിടെയാണ്? 1857 കലാപത്തിൽ നാനാ സാഹേബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നതെവിടെയാണ്? ഫിലാഡൽഫിയയിലാണ് 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഒന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസും മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസും നടന്നത് ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട്. ഉത്തരം ചക്രവാദമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ചക്രവാദമാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഐക്യരാഷ്ട്ര സംഘടനയിൽ നിലവിൽ 193 അംഗങ്ങളാണ് ഉള്ളത്. ഇത് 2023-26 കണക്കനുസരിച്ചാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതാര്? ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ഈസ്റ്റിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഐക്യ കേരള സമ്മേളനം നടന്നതെവിടെ? 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിലാണ് ഐക്യ കേരള സമ്മേളനം നടന്നത്. ഐക്യ കേരളം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നത്. തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഇവിടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉത്തരം സ്പാഡെക്സ്. തന്നിരിക്കുന്നവയിൽ സ്പാഡെക്സ് ആണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം. ജോൺ മില്ലർ മോഡൽ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏത്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ് ജോൺ മില്ലർ മോഡൽ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി. ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷമേത്? 1949 ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതാര്? PC മഹലനോബിസ് ആണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. കമ്മി ബജറ്റ് എന്നാൽ എന്താണ്? വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബജറ്റാണ് കമ്മി ബജറ്റ് എന്നറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതി ഏത്? നമുക്കിവിടെ 4 തന്നിട്ടുണ്ട്. ഇതിൽ തൊഴിൽ നികുതിയും കെട്ടിട നികുതിയുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതി. ഹിമാലയം എന്ന വാക്കിനർത്ഥം എന്ത്? ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത്? ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഏതെല്ലാം? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്?
BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഫീസ് ഒന്നും തന്നെ ഒടുക്കേണ്ടതില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 3 വർഷമാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ ഔദ്യോഗിക കാലാവധി. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം? ഇതിന് കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്ര? 3 വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം? കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? തവനൂരാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമേത്? SICA അഥവാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? 6 വയസ്സാണ് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി. സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം എന്ന പദ്ധതി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന രാസാഗ്നിയാണ് ഭക്ഷണത്തിലെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്ര? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? സിങ്ക് സൾഫൈഡാണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? ലൂ എന്നാണ് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിൽ? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിലെ കുതിരാൻ മലയിലാണ്. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷമേത്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യയുടെ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമേത്? റിസാറ്റ് 1 ഇന്ത്യയുടെ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. കായംകുളം NTPC താപനിലയത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവേത്? നാഫ്തയാണ് കായംകുളം NTPC താപനിലയത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. സാമ്പത്തിക സർവേ പ്രസിദ്ധീകരിക്കുന്നത് ഏത് സ്ഥാപനമാണ്? ധനകാര്യ മന്ത്രാലയമാണ് സാമ്പത്തിക സർവേ പ്രസിദ്ധീകരിക്കുന്നത്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപമേത്? കൂടിയാട്ടമാണ് അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം. തന്നിരിക്കുന്നവയിൽ ക്ഷേത്ര അനുഷ്ഠാന കല അല്ലാത്തതേത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ മോഹിനിയാട്ടമാണ് ക്ഷേത്ര അനുഷ്ഠാന കല അല്ലാത്തത്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ന്? 1776 ജൂലൈ 4
അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? തന്നിരിക്കുന്നവയിൽ മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രങ്ങളേതെല്ലാം? ഇവിടെ തന്നിട്ടുള്ളതിൽ നവജീവൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, ഇങ്ങനെ 4 പത്രങ്ങളാണ് മഹാത്മാഗാന്ധി ആരംഭിച്ചത്. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി. പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിലെ എത്രാം വകുപ്പിലാണ് പരാമർശിക്കുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിലെ 324 വകുപ്പിലാണ് പരാമർശിക്കുന്നത്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. ജമ്മു കശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ജമ്മു കശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിലാണ്. നബാർഡിൻ്റെ ആസ്ഥാനമേത്? മുംബൈയാണ് നബാർഡിൻ്റെ ആസ്ഥാനം. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്ക് ഏത്? നബാർഡാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്ക്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നത്? വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8ൽ 1 വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നത്. ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര നീലഗിരി കുന്നുകളാണ്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഇൻ മെമ്മോറിയം എന്ന ചിത്രം 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനമേത്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ആദ്യമായി മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനം. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിന് നൽകുന്ന അംഗീകാരം എന്താണ്? മഹാരത്ന എന്ന പദവിയാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിന് നൽകുന്ന അംഗീകാരം. അവസാനത്തെ 3 വർഷം തുടർച്ചയായി സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവി എന്താണ്? മിനി രത്ന എന്നതാണ് അവസാനത്തെ 3 വർഷം തുടർച്ചയായി സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവി. ഗൾഫ് സ്ട്രീം എന്ന വേഗമേറിയ സമുദ്രജലപ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഗൾഫ് സ്ട്രീം എന്ന വേഗമേറിയ സമുദ്രജലപ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ക്യൂണികൾച്ചർ? മുയൽ വളർത്തൽ ആണ് ക്യൂണികൾച്ചർ എന്നറിയപ്പെടുന്നത്. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്ന്? 1975 സെപ്റ്റംബർ 9 കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയായ ചമ്പൽ നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയായ ചമ്പൽ നദി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം WAN എന്ന നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. GSTയിൽ ലയിപ്പിക്കപ്പെട്ട കേന്ദ്ര നികുതികൾ ഏവ? ഇവിടെ നമുക്ക് 3 തന്നിട്ടുണ്ട്. ഇതിൽ 4 തന്നിട്ടുണ്ട്. ഇതിൽ പെട്രോളിയം ഇതര ഉൽപ്പന്നങ്ങളുടെ യൂണിയൻ എക്സൈസ് നികുതി ഇതൊന്ന്, സേവന നികുതി 2. ഈ 2 തന്നിരിക്കുന്ന 3 GSTയിൽ ലയിപ്പിക്കപ്പെട്ട കേന്ദ്ര നികുതികൾ. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി.